Zgon motherfucker, bля. Hello, welcome back to my channel guys. It's me Nextroity. Guys, അപ്പം നമ്മളിത് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ മേക്ക് ആൻ ആർമി എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് നമ്മുടെ സ്വന്തം റെപ്പോ ഗെയിമിംഗ് ഒക്കെ കളിച്ചിട്ട സാധനമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഞാൻ റെപ്പോ ഗെയിമിങ്ങിൻ്റെ വീഡിയോ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായത് ഈ സ്പെൽസ് ഈ ട്രൂപ്സ് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങളുണ്ടാവും. ഇവരെയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വയ്ക്കുക. ഇവിടെ ഒരു അപ്പുറത്തൊരു രാജകൊട്ടാരം പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അവിടെ കുറേ ബോഡി ഗാർഡ്സ് ആർമി ഉണ്ടാവും. അവർ നമ്മുടെ ആർമി തോൽപ്പിക്കണം. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് പ്ലേയേഴ്സ് ആൻഡ് ട്രൂപ്പ് ഫസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ട്രൂപ്പ് ഇല്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 450 രൂപയുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇവൻ്റെ ഇത് നോക്കി ഇതൊക്കെ ആരാണ്? ഏതോ ബോസിനെയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഗ്രൈൻഡ് ഇട്ടിട്ടുണ്ട്. ഇത് ആരുടെ ഡ്രാഗണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവൻ അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്ത ഒരാളാണ്. ഓക്കെ, ഡ്രാഗണൊക്കെ അത്ര രൂപയാണ്, 300K ആണ് ഡ്രാഗൺ. പക്ഷെ സ്റ്റോക്ക് വരണം ഏകദേശം ഗ്രോ ഗാർഡനൊക്കെ പോലെ തന്നെ. ഇഷ്ടമുള്ള പോലെ വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ട് ആഡ്മിൻ അബ്യൂസസ്. നിങ്ങൾക്ക് ഇതിൽ ആഡ്മിൻ അബ്യൂസ് ഉണ്ടോ എന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുകയാണെങ്കിൽ ആഡ്മിൻ അബ്യൂസ് വീഡിയോസ് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ നമ്മുടെ 450 രൂപയുണ്ട്. 2 ആർച്ചറിനെയും ആർച്ചറിനെ വാങ്ങിച്ച് പൈസ തരുന്നു. സീനില്ല, എൻ്റെ ഫോണിൻ്റെ ലാഗാണ്. അപ്പോൾ നമുക്ക് ആർച്ചർമാരെ ഏകദേശം ഇങ്ങനൊരു ഷേപ്പിൽ വെച്ചിട്ട് അറ്റാക്കിന് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും ഓരോ ഡോളർ വെച്ച് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ആർച്ചർ മാത്രമുള്ളത് കാരണം ദൂരന്നേ വെടി വയ്ക്കത്തുള്ളൂ. ഷോട്ട്സ്മാനെ വാങ്ങിച്ചാൽ കുറച്ചും കൂടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ഷോട്ട്സ്മാനെ നമുക്ക് ഇപ്പോൾ കിട്ടിയ പൈസയും കൊണ്ട് വാങ്ങാം. 56 രൂപയാണ്. 50 രൂപയല്ല ഒരു ഷോട്ട്സ്മാൻ. യെസ് ഗൈസ്, 56 രൂപയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ 6 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെസ്സിൻ്റെ മാതിരി ആക്കാനാണ് ഒരു പ്ലാൻ. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഷോട്ട്സ്മാനും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? റിമൂവ് ചെയ്താൽ പൈസ കിട്ടില്ല. ഓക്കെ, റിമൂവ് ചെയ്ത അവസാനം നമ്മുടെ ഇൻവെൻ്ററി പോകും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവരെ കുറച്ചും കൂടി ബാക്കിൽ നിർത്താം. ഓക്കെ, യെസ്, ഹിയർ വി ഗോ. അപ്പോൾ ഇപ്പോൾ ഒരു ഇത്തിരിയും കൂടി പുറകിലേക്ക് വെക്കാം. ഇവനെ ഇത്തിരി കൂടി പുറകിലോട്ട് വയ്ക്കാം. റെഡി. ഇപ്പോൾ ഒരു ലുക്ക് ഉണ്ട് കാണാൻ. ഒരു ഡി ഷേപ്പ് അല്ല, ഒരു വി ഷേപ്പ്, എന്തെങ്കിലും ഒരു ഷേപ്പ് ആവട്ടെ. എന്തായാലും ഒരു അറ്റാക്കിന് പോയി നോക്കാം. ഇപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. എനിക്ക് ഇപ്പോൾ തന്നെ $10 ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എടാ, വാറിന് പോണതിന് മുമ്പ് തന്നെ $30 അടിക്കടാ. അതെന്താ അങ്ങനെ? ഓക്കെ ഗൈസ്, നേരത്തെ നമ്മൾ 56 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ 66 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? 72 ഉണ്ട്. ഒരു ഷോട്ട്സ്മാനും കൂടി വാങ്ങിച്ചിട്ട് ഇവനൊരു കൂട്ട് വെച്ച് കൊടുക്കാം. ഒരു അറ്റാക്കിനും കൂടി പോയി നോക്കാം. അത്യാവശ്യം ഇത് കുറച്ച് അടുത്ത മാതിരി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ വെക്കാമല്ലേ, അല്ലെങ്കിൽ 2 കോർണറിലായിട്ട് വെക്കുന്ന കുറച്ചും കൂടി ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടും. ഓക്കെ ഗൈസ്, ഇപ്പോൾ 46 കിട്ടിയിട്ടുണ്ട്. 56 ആയിട്ടുണ്ട് വീണ്ടും. ഓക്കെ ഗൈസ്, ഓക്കെ ഇപ്പോൾ വീണ്ടും 78 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോട്ട്സ്മാനും കൂടി വാങ്ങാം. എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. അറ്റാക്ക് റിട്രീറ്റ് എത്തിയാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അത് കൊള്ളാലോ, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും കുറച്ചും കൂടി അഡ്വെഞ്ചറസ് ആയിട്ട് പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് ഓരോട്ടം മാറുന്നുണ്ട് കേട്ടോ.
ഓ 86 ഉണ്ടാക്കിയേ നമ്മൾ 86 ഉണ്ടാക്കി. ഇവനെന്ത് ചാവാത്തേ? ഓ ഗൈസ് നമ്മൾ 161 ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും മരിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഒരറ്റാക്കിനും കൂടി പോവാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ക്യാഷ് കിട്ടും. അപ്പം കൊണ്ട് നമുക്ക് ഒരു ആർച്ചറിനെ പറ്റുകയാണെങ്കിൽ ഒരു ഷോട്ട്സ്മാനെയും വാങ്ങാനാണ് എൻ്റെ പ്ലാൻ. ആർച്ചറിന് 150 ഉണ്ട്. അപ്പോൾ ഒരാർച്ചറിനെയും വാങ്ങാം, പറ്റുകയാണെങ്കിൽ ഒരു ഷോട്ട്സ്മാനെയും വാങ്ങാം. ഓക്കെ, പറ്റിയായിരിക്കും. ഓക്കെ, നേരത്തെ അതേപോലെ തന്നെ ഇപ്പോഴും ഒന്ന് കൊല്ലടാ. നേരത്തെ കൊന്നുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ കൊന്നില്ല. ഓ 281. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒരാർച്ചർ 2 ഷോട്ട്സ്മാനും വാങ്ങാൽ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 31 ആയിട്ടുണ്ട്. അപ്പോൾ ഒരാർച്ചറിനെ ഇവിടെ നിർത്താം, ഒരു ഷോട്ട്സ്മാനിനെ ഇവിടെ ആയിട്ട് നിർത്താൽ. ഷോട്ട്സ്മാന്, ആർച്ചർ, റൂക്കി കമാൻഡർ, വിച്ച്, ക്രോസ്ബോ, ഹീലർ, വിസാർഡ്, സ്പേർമാൻ, ബലൂണൊക്കെ ഉണ്ടോ? ബലൂണൊക്കെ എന്തിനാ പറഞ്ഞിരിക്കും തോന്നുന്നു. ക്യാപ്റ്റൻ കമാൻഡർ, ന്യൂബ് കിങ്, അയൺ ഗോലാണോ എന്തോ ഒരു ഗോലുണ്ട്, ഡ്രാഗൺ ഉണ്ട്, സൂപ്പർ കമാൻഡർ ഉണ്ട്, ടൈറ്റൻ ഉണ്ട്, ജഗ്ഗർനോട്ട്. ഓ ഈ ജഗ്ഗർനോട്ട് പറഞ്ഞ ഈ സാധനമാണ് നമ്മൾ ഈ കണ്ടതില്ലേ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ അതിൽ ജഗ്ഗർനോട്ട് ഉണ്ടായിരുന്നു. അതാ ഗോലം അല്ലേ ഇത്, ഇതാണ് ഗോലം. അപ്പോൾ ജഗ്ഗർനോട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. എടാ ഇതിൽ ഇവർ നമ്മുടെ ആർമി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കായിരുന്നു മേലെ. അപ്പോൾ വേഗം ഒത്തുമല്ലോ. ഒരു ഷോട്ട്സ്മാനെയും കൂടി ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഒരു ഷോട്ട്സ്മാനെ ഈ അറ്റത്തായിട്ട് പ്ലേസ് ചെയ്യാം. അറ്റാക്ക്. ഓക്കെ, ഇപ്രാവശ്യം ഷോട്ട്സ്മാൻ വേഴ്സസ് ഷോട്ട്സ്മാനാ. പക്ഷേ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം അവർ സോൾഡ് മാത്രമേ ഉള്ളൂ, നമുക്ക് ആർച്ചർമാരും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഷോട്ട്സ്മാൻമാരുടെ പണി ഏകദേശം കഴിയാനേ. ഗൈസ് നമ്മൾ $111 ഇപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ അവിടെ എൻ്റെ അതിനേ ഉള്ളൂ, അതാണ് കുഴപ്പം. ഇല്ലേ? ഓക്കെ ഗൈസ്, അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കൊരു 2 ഷോട്ട്സ്മാനും കൂടി വാങ്ങാം ഇനി. ഓക്കെ, 2 ഷോട്ട്സ്മാനെയും കൂടി വാങ്ങാം. കാരണം ആർച്ചറിന് നോക്കുകയാണെങ്കിൽ ലോങ് റേഞ്ചാണ് ബെസ്റ്റ്. 3 ഷോട്ട്സ്മാനെ വാങ്ങാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ 3 ഷോട്ട്സ്മാനെ തന്നെ വാങ്ങിച്ചേക്കാം. ഒന്നിവിടെ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നല്ലോ. ഒന്നിവിടെ. ഇതിനൊരു ലെവലിങ് കിട്ടിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ. ഓക്കെ, ഇപ്പോൾ എല്ലാം ഒരു ലെവലാണ് നിൽക്കുന്നത്. ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കിട്ടും. അപ്പോൾ ഇവർ 2 പേരുമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവരാണ് എല്ലാത്തിൻ്റെയും തുടക്കം കുറിച്ചവർ. പിന്നെ ഇവരും. അപ്പോൾ ഇതിൽ ഇവർ 2 പേരുമാണ് നമ്മുടെ ആർമിയുടെ. ഇവർ 2 പേരും ഈ 2 പേരും പിന്നെ ഈ 2 പേരുമാണ് നമ്മുടെ ആർമിക്ക് തുടക്കം കുറിച്ചത്. ഓക്കെ, നമുക്ക് വീണ്ടും അറ്റാക്കിന് പോയേക്കാം. ഇപ്രാവശ്യം നമ്മളെ ആർമിയാണോ കുറച്ച് ഭംഗിയുണ്ട് ഇപ്പോൾ. നേരത്തെ നമുക്ക് പൈസ കൂടുന്നുണ്ട് തോന്നുന്നില്ലേ, ആർമി കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതാ ഇപ്പം തന്നെ തീർത്തു. ഇപ്പോഴും നമ്മുടെ കുറേ ഷോട്ട്സ്മാൻമാർ ബാക്കിയുണ്ട്. നമ്മുടെ ആർച്ചർമാർ എടുക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് $200 ഉണ്ടാക്കിയിരിക്കുക. ഇപ്പോഴും നമ്മുടെ ആർമി ആയിട്ടുണ്ട്. ആർമി ഫുള്ളി ലോഡടാ. അപ്പോൾ ആർച്ചർമാരിൽ എല്ലാവരും ചത്തു തോന്നുന്നു. ഇനി ഷോട്ട്സ്മാൻമാർ മാത്രമുള്ളേ. ഓക്കെ, ഇനി ഷോട്ട്സ്മാൻമാർ മാത്രമുള്ളേ. അപ്പോൾ ലോങ് റേഞ്ചിൽ നിന്ന് നമുക്കിനി കിട്ടത്തില്ല. ഇനി ഷോർട്ട് റേഞ്ച് മാത്രമേ പറ്റത്തുള്ളൂ. അടി ഇല്ല. ഓക്കെ, 370 നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, നമുക്കിനി വേറെ എന്തെങ്കിലും എടുക്കാം. റൂക്കി കമാൻഡറിന് 500. അപ്പോൾ ഒരു ആർച്ചർ വാങ്ങാം, ഒരു ഷോട്ട്സ്മാൻ വാങ്ങാം, ഒരു ആർച്ചർ വാങ്ങാം. ഷോട്ട്സ്മാൻ ഇനി വാങ്ങാൻ പൈസ ഇല്ല. എനിക്ക് 500 രൂപ കിട്ടി ബ്രോ. എനിക്ക് 500 രൂപ കിട്ടി. അപ്പോൾ നമുക്ക്
റൂക്കി കമാൻഡർ വാങ്ങാനുള്ള സ്റ്റോക്കില്ലേ? ഓക്കെ, അപ്പം നമുക്ക് സ്പോർട്സ്മാനെ വാങ്ങാം. ഒരാർച്ചറിനെ വാങ്ങിയിട്ടുണ്ട്. ഒരാർച്ചറല്ല, അത്യാവശ്യം കുറേ ആർച്ചർമാരെ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ. ഇനി നമുക്ക് ബാക്കിലോട്ട് നിർത്താം. ഇനി നമ്മൾ വാങ്ങുന്ന സ്പോർട്സ്മാൻമാർ മൊത്തം ബാക്കിൽ നിർത്താനാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ ഗൈസ്, ഞാൻ 5 ആർച്ചർമാരെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ സൈഡ് ഫുള്ളായി. ഓക്കെ, ഈ സെക്ഷൻ നമ്മുടെ ആർച്ചർമാരുടെ സെക്ഷൻ ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇവിടെയും ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇപ്പം നമ്മുടെ ആർച്ചർമാരുടെ സെക്ഷനും ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു ലൈൻ ബേസ്ഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒരറ്റാക്കിനും കൂടി പോയി. ഇപ്രാവശ്യം നമ്മുടെ ഗ്യാങ് അത്യാവശ്യം ആർമി നല്ല വലിയൊരു ആർമി ആയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ അറ്റാക്കിന് വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നമുക്ക് ഒരു 400 അല്ലെങ്കിൽ 500 ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ഗ്യാങ്ങിനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുത്തൻ മരിക്കാറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 175 ആക്കിയിട്ടുണ്ട്. വിച്ചൊക്കെ വന്നു കേട്ടോ. നമുക്ക് ഏകദേശം ലെവൽ കൂടുന്നതിനനുസരിച്ച് വിച്ചിനെ കേസേ കൊള്ളിയിട്ടുണ്ടല്ലോ നമ്മുടെ ആൾക്കാർ. ഞാൻ വിചാരിച്ചു വിച്ച് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്പോർട്സ്മാൻമാർ തീർന്ന ആർച്ചർമാരും ഒക്കെ ഏകദേശം തീരാനായി നമുക്ക് റിട്രീറ്റ് ബട്ടൺ അമർത്താം. വെറുതെ ഞാൻ മാക്സിമം വരെ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ സ്പോർട്സ്മാൻമാർ തീർന്നിട്ടില്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. നമ്മൾ 400 എടുത്തു, ഒരു 500 എടുക്കാൻ പറ്റണം എന്നാണ്. ഓ ഗൈസ്, നമ്മൾ 500 എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മളവിടെ പോയിട്ട് റൂക്കി കമാൻഡർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റൂക്കി കമാൻഡർ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഈ സാധനങ്ങളെ തന്നെ വാങ്ങിച്ച് ഇതാക്കാം. ഓ 600 ഓക്കെ, നൈസ് നൈസ് നൈസ്. ഓക്കെ, നമ്മൾ വീണ്ടും കൊല്ലുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഡെഡ്. ഓക്കെ, നമ്മൾ റിട്രീറ്റ് വെറുതെ കൊടുക്കണം. 688 ഉണ്ട്. റൂക്കി കമാൻഡർ 2 സ്റ്റോക്ക് ഉണ്ട്. ഒരു റൂക്കി കമാൻഡർ, ഒരു സ്പോർട്സ്മാൻ ഇരിക്കട്ടെ. ഒരു സ്പോർട്സ്മാൻ റെഡി. ഞാൻ ഇറ്റാളെയൊക്കെ സ്പോർട്സ്മാൻമാരെ ഇനി നമുക്ക് ഫ്രണ്ടിൽ നിർത്താലേ. ഇനി കുറച്ച് സ്പോർട്സ്മാൻമാരെ നമുക്ക് ഇത്തിരി ഫ്രണ്ടിലോട്ട് നിർത്താം. ഓക്കെ, നമ്മൾ പുതിയൊരു സാധനം അൺലോക്ക് ചെയ്തിട്ടുണ്ട്, റൂക്കി കമാൻഡർ എന്നാ. അപ്പോൾ ഇതാ സെൻറ്ററിലോട്ട് നിർത്തണമായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അടുത്ത വാർ കഴിഞ്ഞിട്ട് വരാം. നമുക്ക് റൂക്കി കമാൻഡറിനെ ബാക്കിൽ നിർത്താം. ഓക്കെ, ബാക്കിലൊരു സെൻറ്റേർഡിലാണ് നമ്മൾ റൂക്കി കമാൻഡർ. ഫാമർ നിൽക്കണതാണ് ലെവൽസുണ്ട്. അപ്പോൾ നമ്മുടെ അവതാർ ചേഞ്ച് ചെയ്തു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അവതാർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവതാർ ഇഷ്ടപ്പെട്ടു? എൻ്റെ പഴയ അവതാറാണോ ഈ പുതിയ അവതാറാണോ? നാളെ കമൻറ്റ് ചെയ്യുക. അറ്റാക്ക്. ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ കാണാൻ നമ്മുടെ. കാരണം ഈ പുറകിലൊരു റൂക്കി കമാൻഡർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവൻ ഞാൻ റെപ്പോയിറ്റഡ് ഗെയിമിങ് വീഡിയോയിൽ കണ്ടതിനനുസരിച്ച് ഇവനൊന്നും ചെയ്യില്ല. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓക്കെ നമ്മുടെ ടീമിന് അറ്റാക്കിംഗ് പവർ എന്തെങ്കിലും കൂടും. ഇപ്പോൾ തന്നെ നമ്മൾ 172 ആക്കി കഴിഞ്ഞു. അവിടെ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആർച്ചർമാർ നമ്മുടെ ആൾക്കാരുടെ മേലെ തന്നെ അമ്പ് വിടണമായിട്ട് തോന്നുന്നു. ഇവനെ ഇത്രയും പുറകിൽ നിർത്തണ്ടായിരുന്നു. ഇവനെ നമ്മുടെ ഫ്രെയിമിൽ കാണുന്നില്ല, നമ്മുടെ റൂക്കി കമാൻഡറിനെ. കണ്ട, എവിടെ കാണാനില്ല. ഇപ്പോഴാണ് എത്തുന്നത്. ഇന്ന് രാത്രി 10:00 ക്ലൈംബാൻഡ് ജമ്പിൽ പുതിയ വേൾഡ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഞാൻ 31-ാം തീയതി ഒക്ടോബറിനാണ് എടുക്കുന്നത്. ഈ വീഡിയോ വരുന്നത് നവംബർ ഒരു 1-ാം തീയതി 2-ാം തീയതി മാക്സിമം ഒരു 5-ാം തീയതി ആവും. കാരണം എനിക്കിപ്പോൾ സ്കൂളുണ്ട്, മാത്രമല്ല എനിക്ക് ടെസ്റ്റുകൾ പിന്നെ എക്സാമൊക്കെ അടുത്ത് വരില്ല. അപ്പോൾ കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എന്തെങ്കിലും എടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല, കുറച്ച് പരിപാടികളുണ്ട്.
യാ എനിക്കൊന്ന് ഡെൻ്റൽ ക്ലിനിക്ക് വരെ പോകണം. നമ്മൾ 700 ഉണ്ടാക്കി റെഡി. ഓക്കെ ഗൈസ്, ഇതാണ് തോന്നുന്നു നമ്മുടെ എൻഡ് സ്റ്റേജസ്. ഇതാണ് നമ്മുടെ എൻഡിങ്, നമ്മുടെ വാറിൻ്റെ എൻഡിങ്. അല്ല, ഇനിയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വാർ സ്റ്റേജിൻ്റെ എൻഡിങ്. ഇവന് ഇപ്പോഴും ഉണ്ടോ? ഇവൻ ചാവില്ലേ? ഓക്കെ, ഇവൻ മിണ്ടാണ്ട് നിൽക്കും. ഇവൻ അറ്റാക്ക് ചെയ്യില്ല ഗൈസ്. ഓക്കെ, 882 രൂപയാണ്. വിച്ചിനെ ഓക്കെ, 2 വിച്ച് സ്റ്റോക്കുണ്ട്. ഒരു വിച്ചിനെ വാങ്ങാം. 132 ഉണ്ട്. അപ്പോൾ അതിനെയും കൊണ്ട് നമുക്ക് കുറച്ച് സ്പോർട്സ്മാൻമാരെയും വാങ്ങാം. ഈ ഒരു വീഡിയോ വലിയ ലെങ്ത് ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ മാത്രമല്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുക വേഗം തന്നെ. എഡിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. നോക്കട്ടെ, എഡിറ്റ് ചെയ്യണമെന്ന്. എഡിറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് വിച്ചിനെ റൂക്കി കമാൻഡറിൻ്റെ കുറച്ച് മുമ്പിലേക്ക് നിർത്തിയ കുറച്ചും കൂടെ തന്നെ ഒരു വിച്ച്. പിന്നെ ഞാൻ കുറച്ച് സ്പോർട്സ്മാൻമാരെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ റെഡി. ഓക്കെ, ഇപ്പം നമ്മുടെ ആർമി കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ആർച്ചർമാർ എല്ലാവരും ആർമി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു വാരം കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പാർട്ട് 2 ആയി വരും. പിന്നെ നമ്മളൊരു അടിപൊളി ഗെയിം പ്ലേ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ബിൽഡ് ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ആ ഒരു സീരീസിന് സപ്പോർട്ട് കറോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ വിച്ച് അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട്. വിച്ച് കുഴപ്പമില്ലാണ്ട് പണിയെടുക്കുന്നുണ്ട്. റൂക്കി കമാൻഡർ വിച്ച് നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഫോർമേഷനാണ് വിച്ച്. ഫോർമേഷനൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു വിച്ചിന് കറക്റ്റ് സ്ഥലം അല്ല ആർച്ചർമാരുടെ ഇടയിലാണ് വിച്ചിനെ നിർത്താൻ പറ്റിയ സ്ഥലം. ആർച്ചർമാരുടെയും സ്പോർട്സ്മാൻമാരുടെ ഇടയിൽ. പക്ഷേ ബാക്ക് പോയി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പം 377 ആക്കിയിട്ടുണ്ട്. ഇനി ഇവനെയൊക്കെ നമ്മുടെ വിച്ച് ഇപ്പോൾ തീർക്കുന്നു. ഇപ്പോൾ അത്രയേ ഉള്ളൂ. വിച്ച് അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട്. നമുക്കൊരു 1K എങ്കിലും ഇതിൽ എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് തോന്നുന്നു നമുക്കിതിൽ 800 അല്ലെങ്കിൽ 900 ഒക്കെ എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കി നോക്കാം. ഓക്കെ, എനിക്ക് ബാക്കിയുള്ള എതിരാളികൾ നമ്മുടെ ഇതുമായിട്ട് കൺഫ്യൂഷൻ വന്നു. നമ്മൾ 700 വീണ്ടും എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാരാടാ? ബോസ് വന്നിട്ടുണ്ട്. അയ്യോ ഗൈസ്, ബോസ് നമ്മുടെ വിച്ചിനെയൊക്കെ തീർത്തു വിട്ടു. അയ്യോ, ഓക്കെ, നമ്മൾ 775 ഉണ്ടാക്കി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുള്ള സാധനങ്ങളും കൊണ്ട് എന്തൊക്കെ വാങ്ങാം. വിച്ച് 3 ഉണ്ട്. ഒരു വിച്ച്, പിന്നെ ഒരു സ്പോർട്സ്മാൻ. ഓക്കെ, 2 വിച്ചാകുമ്പോൾ കുറച്ച് പവറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിച്ചിനെ നമുക്ക് നിർത്താം. ഇനി നമുക്ക് അടുത്ത ഒരു സ്പോർട്സ്മാനെയും കൂടി നിർത്താം. ആൻഡ് ഇതിൻ്റെ വാർ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ വിച്ച് 2 വിച്ചിനെയും കൊണ്ടുള്ള വാർ നമ്മൾ അടുത്ത വീഡിയോയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടോ. കുറച്ചും കൂടി വിച്ചിനെ സെൻറ്റർ ആക്കാം അല്ലേ. ഓക്കെ, ഇപ്പോൾ റെഡി. നമ്മുടെ ഫോർമേഷൻ കാണാൻ കുറച്ച് സെൻറ്റേർഡ് ആൻഡ് അലൈൻഡ് ആയിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഈ വീഡിയോ അത്രയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ റോഡ് ടു 100K ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു വീക്ക്, അതായത് നെക്സ്റ്റ് ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഫ്രൈഡേ ആണ് 31-ാം തീയതി. അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ, അതായത് നവംബറിലെ ഫസ്റ്റ് ഫ്രൈഡേക്ക് മുമ്പ് എനിക്ക് 70 സബ് അടിക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ ഉറപ്പായി അടിക്കാൻ പറ്റുന്നോ. ജസ്റ്റ് 5 സബ് മതി. നമ്മൾക്ക് 60
അല്ല 70 സബ്, ഇപ്പോൾ 65 സബ് ഉണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് 67 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന 5 പേര് ഈ വീഡിയോ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 പേര് കാണുകയാണെങ്കിൽ അതിൽ 5 പേര് സബ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഇതെടുക്കാം. അപ്പോൾ റോഡ് ടു 70 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ സ്റ്റീൽ എവറിൻ തൊട്ട് വീഡിയോ ഞാനുണ്ട്. കെ നമ്മൾ 60K സബ് പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. കെ അല്ല, വെറും 60 ആണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആയിപ്പോയതാണ്. പിന്നെ പറഞ്ഞപ്പോൾ കെ എന്നായിപ്പോയി. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ. പാർട്ട് 2 ഉടനെ തന്നെ റിലീസാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. റോഡ് ടു 70K. ഇറ്റ്സ് മീൻ എക്സ്ട്രോവേർട്ടി വിത്ത് ആരുമില്ല. സൈനിങ് ഓഫ്.